പ്രാർത്ഥിക്കണമേ. വലിയ പള്ളിയുടെ തെക്കേ മുറ്റത്ത് കൂടി തെന്നിച്ചലിച്ചുകൊണ്ടിരുന്ന, കാറ്റിലും കോളിലും പെട്ട് ആടി ഉലഞ്ഞുകൊണ്ടിരുന്ന കപ്പലിതാ ഒരിക്കൽ കൂടി സഞ്ചരിച്ച് സഞ്ചരിച്ച് വലിയ പള്ളിയുടെ തിരുമുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ പള്ളിയുടെ തിരുമുൻപിൽ, ആനവാതിലിന്റെ തിരുമുൻപിൽ, മദ്ബഹായുടെ തിരുമുൻപിൽ പിതാവായ ദൈവത്തിന്റെയും യോഹന്നാൻ മാതാവിന്റെയും സുഖകരമായ മാതാവിന്റെയും കർമ്മല മാതാവിന്റെയും പത്രോസ്വീകന്മാരുടെയും മാതാമാസികായുടെയും തിരുസ്വരൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ദിവ്യകാരുണ്യ സക്കരാരിയുള്ള മദ്ബഹായ്ക്ക് മുന്നിലേക്കിതാ ഒരിക്കൽ കൂടി ഏഴാമതും എട്ടാമതും ഒൻപതാമതും കുമ്പിടലുകൾ നടക്കുന്ന പുണ്യമുഹൂർത്തങ്ങളാണ് കടന്നു വരിക. കപ്പലിന്റെ പ്രദക്ഷിണ വീതിയിലെ മൂന്നാം വട്ട കുമ്പിടൽ, 3, പിന്നീട് 6, ഇപ്പോൾ ഇതാ 9 വട്ടങ്ങൾ കുമ്പിടുവാൻ പോവുകയാണ്. മദ്ബഹായ്ക്ക് അഭിമുഖമായി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ഒരിക്കൽ കൂടി കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിതാ ദിവ്യകാരുണ്യനാഥനെ വന്ദനം അർപ്പിക്കുന്നു, ആരാധന അർപ്പിക്കുന്ന സുന്ദരം നിമിഷങ്ങളിൽ മുത്തിയമ്മ പദമൂന്നിയ മണ്ണിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, വിളിച്ച് പ്രാർത്ഥിക്കാം. ഓ മർത്തുമറിയാം കുറവിലങ്ങാട് മുത്തിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 1-ാം വട്ടം ഒരിക്കൽ കൂടി ഈ വട്ട കുമ്പിടലിൽ തിരുനടയിലേക്ക് ഓടിക്കയറിയിരിക്കുന്നു. 3 വട്ടമാണ്, അതായത് പ്രദക്ഷിണ വീതി. ആഗമനം നോക്കുമ്പോൾ 8-ാം തവണയിതാ പരിശുദ്ധ സക്രാരിയിലേക്ക് കപ്പൽ ഓടിക്കയറുകയാണ്. ഒരിക്കൽ കൂടി സുന്ദരമായ കാഴ്ച നമുക്ക് കാണുവാനായി സാധിക്കും. ഈ നിമിഷങ്ങളിൽ കാഴ്ചക്കാരല്ല നമ്മൾ. പ്രാർത്ഥനയുടെ വലിയ ഈണങ്ങൾ നമ്മുടെ അധരങ്ങളിൽ ഉണ്ടാവണം. കുറവിലങ്ങാട് മുത്തിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 9 കുമ്പിടലുകൾ പൂർത്തിയായിരിക്കുകയാണ്. നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരൻ പ്രദക്ഷിണ വഴിയിൽ മുന്നോട്ട് നീങ്ങി ഇതാ ഒറ്റക്കൽ കുരിശിന് മുൻപിൽ 3 വട്ടം വന്ദനം ചെയ്യുന്ന നയന മനോഹരമായ ആത്മീയ ഉണർവ് നൽകുന്ന ദൃശ്യമാണ് നാം കാണുന്നത്. സർവമഹത്വവും കുരിശിന് മുൻപിൽ, സകല രക്ഷയും കുരിശിൽ, സകല രക്ഷയും കുരിശിലൂടെ. 1, 2, 3 പ്രാവശ്യം മുത്തിയമ്മയുടെ തിടമ്പേറ്റിയ ഗജവീരൻ വിശുദ്ധ കുരിശിന് വന്ദനം ചെയ്ത് പ്രദക്ഷിണ വഴിയിലേക്ക് നീങ്ങുകയാണ്. മനുഷ്യന്റെ മനസ്സും ശരീരവും ആത്മാവും ഒന്നുപോലെ രക്ഷ നൽകുന്ന കുരിശിന് മുൻപിൽ കാഴ്ചയായി നൽകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഈ ആത്മീയ, ഈ അനുഷ്ഠാന, ഈ ചടങ്ങുകൾക്ക് നാം സാക്ഷ്യം വഹിക്കുകയാണ്. കരയിലെ ഏറ്റവും വലിയ ജീവി ഗജവീരൻ കുറവലങ്ങാട് മുത്തിയമ്മ കൈവിരൽ കൊണ്ട് ഉയർത്തിനാട്ടിയ കൽക്കുരിശിന് മുമ്പിൽ 3 വട്ടം തുമ്പിക്കൈ ഉയർത്തി വണങ്ങുമ്പോൾ 16-ാം നൂറ്റാണ്ടിന്റെ ചരിത്രവേളയിലേക്ക് കുറവലങ്ങാടിന്റെ ചരിത്ര നിമിഷങ്ങൾ നമ്മെ എത്തിക്കുകയാണ്. അർത്ഥസമ്പുഷ്ടമായ ഉല്ലേഖനങ്ങൾ നിറഞ്ഞ ഈ കൽക്കുരിശ് ഉയർത്തിനാട്ടാൻ കഴിയാതെ വിഷമിച്ചു നിന്ന കുറവലങ്ങാടിന്റെ പൂർവികർക്ക് മുമ്പിൽ വൃദ്ധയായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഞാനും കൂടാൻ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് കൈവിരൽ കൊണ്ട് തൊട്ടുയർത്തി നിർത്തിയിരിക്കുന്ന കൽക്കുരിശിന് മുമ്പിലാണ് ഗജവീരൻ തുമ്പിക്കൈ ഉയർത്തി വണങ്ങി കുരിശിനെ പ്രണമിച്ചത്. അന്നും ഇന്നും ഗജകേസരി